ഡി എൻ്റെ ഫോൺ കണ്ട പുതിയ ഫോൺ എടുത്തോ? കൊള്ളാലോ. ഇനി വേണം ഒരു സിം എടുക്കാൻ. സിമ്മോ? ഓൾറെഡി ഞാൻ നിന്റെ പേരിൽ കുറച്ച് 1-2 നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് അമൃത എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇനി സിമ്മോ? എന്തായാലും ഫോൺ എടുത്തു, അപ്പോൾ ഒരു സിം എടുക്കാന്ന് വെച്ചു. അല്ല, ഈ പഴയ നമ്പറൊക്കെ ഇപ്പോഴും ആക്റ്റീവ് ആണോ ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ടോ, ആ നമ്പറിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ അല്ലേ എന്നൊക്കെ അറിയണ്ടേ? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടേ. അതിപ്പോ എങ്ങനെ അറിയാം? അറിയില്ലല്ലേ? പറഞ്ഞു തരാം. ഒരാൾ ഒന്നിൽ കൂടുതൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. അപ്പോൾ ഉറപ്പായും ഒന്നിൽ കൂടുതൽ സിം കാർഡുകളും നമ്മുടെ കയ്യിലുണ്ടാകും. സ്വന്തം ആവശ്യങ്ങൾക്കും ബിസിനസിന്റെ ഭാഗവുമായൊക്കെ പുതിയ സിം കാർഡുകൾ എടുക്കുന്നവർ പിന്നീട് നമ്പറുകൾ മാറ്റുന്നതും പതിവാണ്. പക്ഷേ സിം കാർഡുകൾ ഇങ്ങനെ അടിക്കടി മാറ്റുമ്പോൾ ഉപേക്ഷിച്ച നമ്പറുകൾ ചിലപ്പോൾ ഇപ്പോഴും ആക്റ്റീവായിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പേരിലുള്ള സിം കാർഡുകൾ ആരെങ്കിലും എന്തെങ്കിലും തട്ടിപ്പിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ? പണി കിട്ടാനും സാധ്യതയുണ്ടല്ലേ? നമ്മുടെ പേരിലുള്ള സിം കാർഡുകളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാൻ പറ്റും? നമുക്ക് നോക്കാം. നമ്മൾ കാലങ്ങൾക്ക് മുൻപേ ഉപേക്ഷിച്ച പഴയ നമ്പറുകളിലേക്ക് ഒന്ന് വിളിച്ചു നോക്കൂ. ചിലപ്പോൾ കോളുകൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇതിനു കാരണം നിശ്ചിത കാലാവധിക്ക് ശേഷം ഉപയോഗത്തിലില്ലാത്ത നമ്പറുകൾ അതാത് കമ്പനികൾ വീണ്ടും പുതിയ കസ്റ്റമേഴ്സിന് അലോട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇത്തരം നമ്പറുകൾ ഇപ്പോഴും നമ്മുടെ ഐഡിയിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നതെന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. നമ്മുടെ പേരിൽ എത്ര സിം കാർഡാണ് ഉള്ളതെന്ന് ഈസിയായി പരിശോധിക്കാം. സിം കാർഡ് എടുക്കുന്നതിന് ആധാർ നിർബന്ധമാണെന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് എടുത്ത എത്ര സിമ്മുകൾ നിലവിൽ ആക്റ്റീവ് ആണെന്ന് നിഷ്പ്രയാസം കണ്ടെത്താം. എത്ര സിം കാർഡുകളാണ് നമ്മുടെ പേരിലുള്ളതെന്നറിയാൻ കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ sanjarsathi.gov.in എന്ന പോർട്ടലിൽ കയറിയ ശേഷം താഴെ കാണുന്ന നോ യുവർ മൊബൈൽ കണക്ഷൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം വരുന്ന വിൻഡോയിൽ നമ്മളുടെ മൊബൈൽ നമ്പരും സ്ക്രീനിൽ കാണുന്ന ക്യാപ്ചയും ടൈപ്പ് ചെയ്താൽ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ഈ OTP ഫിൽ ചെയ്ത ശേഷം ലോഗിൻ ബട്ടണിൽ ടാപ്പ് ചെയ്താൽ നമ്മുടെ പേരിൽ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് കാണാൻ സാധിക്കും. ഇതിൽ നമ്മുടെ അറിവിലോ ഉപയോഗത്തിലോ ഇല്ലാത്ത ഏതെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ ഇടതുവശത്തെ ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതിനായി നോട്ട് മൈ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം റിപ്പോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ശേഷം ആ സിമ്മിന്റെ സർവീസ് പ്രൊവൈഡേഴ്സുമായി ബന്ധപ്പെട്ട സിം ക്യാൻസൽ ചെയ്യിക്കുകയും ചെയ്യാം. ടെലികോം അധികൃതരെ രേഖാമൂലം ഈ വിവരം അറിയിച്ചാൽ ഈ നമ്പറിലേക്കുള്ള സേവനം അവസാനിപ്പിക്കാനും അതുവഴി നമ്മുടെ ഡേറ്റ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തടയാനും കഴിയും. അപ്പോൾ പിന്നെ പണി കിട്ടാൻ കാത്തിരിക്കേണ്ട. വേഗം തന്നെ നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡുകളാണുള്ളതെന്ന് കണ്ടെത്തിക്കോളൂ.